ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നിവിടെ ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആണ് നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മാലിദ്വീപിലെ ആർട്ടിഫിഷ്യൽ ബീച്ചിലാണ്. ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ബീച്ച്. ഇവിടുത്തെ കടലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്, സ്നോർക്കലിംഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. അതിന് നമ്മളിതൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അവന് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളൊന്ന് കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കുഞ്ഞുമക്കൾ ബീച്ച് ടോയ്സുമായിട്ടൊക്കെ വന്ന് നിന്ന് കളിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജാണ് കേട്ടോ നമ്മുടെ മാലി ഐലൻഡിനെയും അപ്പുറത്തെ എയർപോർട്ട് ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലം. നമുക്കിനി ഈ പാലത്തിൻ്റെ അപ്പുറ സൈഡിലോട്ട് പോവാം. ഇന്ന് സീ നല്ല റഫാണേ. ഇതേ കണ്ടോ, പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് മാലി ഐലൻഡിൽ നിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ. കുറച്ച് നേരം കടലിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മളവിടെ ഇരിക്കുമായിരുന്നേ. ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും പോണതൊക്കെ ഞങ്ങൾ അതിന് കാണിച്ചു കൊടുക്കുകയാണേ. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടേ. അപ്പുറത്തെ ഐലൻഡിലാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് കേട്ടോ എയർപോർട്ട്. കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഷോപ്പിലേക്കാണ് നേരെ പോയത്. കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അവനൊരു ബാത്ത് ടബൊക്കെ നോക്കാനായിട്ട് നമ്മൾ ആസ്റ്റേഴ്സിലാണ് നേരെ പോയത്. അങ്ങനെ ഞങ്ങൾ ആസ്റ്റേഴ്സിലെത്തി കേട്ടോ. ഇവിടെ ഹോം അപ്ലയൻസസ് മുതൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതൊക്കെ കണ്ടിട്ട് അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാ ഫ്ലോറിലും കയറി സാധനങ്ങളൊക്കെ കണ്ട് വരികയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോറിലേക്കാണ് നമ്മൾ പിന്നെ അടുത്ത് പോയത്. അവനൊരു ബാത്ത് ടബ് നോക്കണമായിരുന്നു. അതിനാണ് കേട്ടോ മെയിൻലി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചേട്ടൻ അവനെ ഓരോന്ന് കാണിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിക്കായിരുന്നേ.
ഹസ്ബൻഡ് കുളിപ്പിക്കാനായിട്ട് ഒരു പൂള് നോക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഫൈനലി നമുക്കത് കിട്ടി. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് സീക്രട്ട് റെസിപ്പിയിലാണ് ഫുഡ് കഴിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റ് വന്നപ്പോഴേ കുഞ്ഞിനെ നമ്മൾ ആദ്യമേ ഫീഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മളൊരു ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങളൊരു സിംഗപ്പൂർ ലക്സയും നൂഡിലും ടോമിയും സൂപ്പുമാണ് ഓർഡർ ചെയ്തത്. നമുക്ക് രണ്ടുപേർക്ക് സൂപ്പ് കുടിക്കാനാണ് അപ്പോൾ തോന്നിയത്. ഇതാണ് ഞങ്ങളുടെ ഒരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.